ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ സ്ഥിരമായി ബദാം കഴിക്കുന്നവരാണോ? എങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ നിങ്ങളുടെ മുടി എല്ലാം കൊഴിഞ്ഞു പോകുന്നതിനുള്ള സാധ്യത ഉണ്ട്. ഒട്ടനവധി പ്രോട്ടീൻസുകളാലും വൈറ്റമിൻസുകളാലും സമ്പുഷ്ടമാണ് ഓരോ ബദാമും. അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ എല്ലാ ആളുകളും ദിവസവും ബദാം കഴിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ മുടി കൊഴിക്കുവാൻ സഹായകമായ ഫൈറ്റിക് ആസിഡ് ധാരാളമായി അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ബദാം. നിങ്ങൾ ശരിയായ രീതിയിലല്ല ബദാം കഴിക്കുന്നതെങ്കിൽ ബദാമിൻ്റെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റിക് ആസിഡുകൾ ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ഗുണത്തിനു പകരം ദോഷകരമായി സംഭവിച്ചേക്കാം. കൂടുതൽ ബദാം സ്ഥിരമായി കഴിക്കുന്നവരുടെ ശരീരത്തിൽ ഫൈറ്റിക് ആസിഡ് ശരീരത്തിലെ ബി കോംപ്ലക്സിൻ്റെ അബ്സർവേഷൻ തടസ്സപ്പെടുത്തുന്നത് വഴി മുടികൊഴിച്ചിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ബദാം കൂടുതലായി കഴിക്കുന്നുണ്ട് എങ്കിൽ ബദാം തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് കുതിർത്തിയ ശേഷം പിറ്റേ ദിവസത്തിൽ മാത്രം ബദാം കഴിക്കുക. ബദാം വെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കുമ്പോൾ അതിൽ നിന്ന് മുള ഉണ്ടാകുന്നു. ഇങ്ങനെ മുള ഉണ്ടാകുന്നത് മൂലം തൊലിയിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റിക് ആസിഡുകളെ ഫോസ്ഫറസും മറ്റ് പ്രോട്ടീൻസുകളുമായി ഇത് മാറ്റുന്നു. ഇങ്ങനെ ശരീരത്തിന് ദോഷകരമായ ഫൈറ്റിക് ആസിഡുകളെ മുള വരുന്നതിലൂടെ ശരീരത്തിന് ഗുണകരമായ മറ്റ് പ്രോട്ടീൻസുകളാക്കി മാറ്റുവാൻ സാധിക്കും. ഇനി നിങ്ങൾ കുതിർത്തി വച്ചിരിക്കുന്ന ബദാം ധൈര്യമായി കഴിച്ചുകൊള്ളൂ. ഇതിൻ്റെ തൊലി നീക്കം ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. കാരണം തൊലിയിൽ അടങ്ങിയിരിക്കുന്ന ദോഷകരമായ ഫൈറ്റിക് ആസിഡുകൾ എല്ലാം ശരീരത്തിന് ഗുണകരമായ മറ്റ് പ്രോട്ടീൻസുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓരോ ബദാമും ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ആൻറ്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ, മഗ്നീഷ്യം, ഫൈബർ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം എന്നിവ പേശികൾ വളരുവാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ബദാം കഴിക്കുമ്പോൾ കൂടുതൽ കഴിക്കുന്നുണ്ട് എങ്കിൽ കുതിർത്തി വെച്ച് പിറ്റേ ദിവസം മാത്രം കഴിക്കുവാനായി ശ്രദ്ധിക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ബദാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്.